ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി റിയാദിലെ ഒട്ടയം മാളിലേക്ക് ഇറങ്ങിയ കുറച്ച് വിശേഷങ്ങളാണ് ഈ വ്ളോഗിൽ. ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. നാട്ടിലൊക്കെ നല്ല മഴയാണെന്ന് വീട്ടിലേക്ക് വിളിക്കുമ്പോഴൊക്കെ എല്ലാവരും പറയും. അപ്പം ഞങ്ങൾ മാളിലെത്തിയപ്പോൾ തന്നെ അവിടുന്ന് ഇവിടുന്ന് മോൾക്കൊരു ബലൂൺ കിട്ടി. അത് വെച്ച് കുറേ സമയം കളിച്ചു. പിന്നെ ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയി, പിന്നെ ബലൂണ് കയ്യിലുള്ളത് കൊണ്ട് കൂടുതൽ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്നോട് പറയും, അമ്മയെ ബലൂൺ പിടിക്കുമെന്ന് പറയും. അങ്ങനെ ബലൂൺ ഉണ്ടായി തരും. എന്നിട്ട് പോയി എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കും. പക്ഷെ വാശിയൊന്നും പിടിക്കില്ല. അത് വേണമെന്നൊന്നും പറഞ്ഞിട്ട് കരയൊന്നുമില്ല. എടുത്ത് നോക്കും. ചിലപ്പോൾ കയ്യിൽ കുറച്ച് സമയം വെക്കും. എന്നാലും അവിടെ തന്നെ വെച്ചിട്ട് ആൾ തിരിച്ചിങ്ങ് വരും. മാളിൻ്റെ ഉള്ളിലൂടെ നടന്ന് ഞങ്ങൾ എത്തിയത് തിയേറ്ററിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ സിനിമ തിയേറ്റർ ഐമാക്സ് ആണ് അവിടെ ഉള്ളത്. അപ്പം ഞാൻ കരുതിയിരുന്നത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഫിലിമൊക്കെ തിയേറ്ററിൽ പോയി കാണുന്നത് പൊതുവേ കുറവായിരിക്കും എന്നാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും കാണും. പ്രത്യേകിച്ച് ടീനേജ് അങ്ങനത്തെ ഏജിലുള്ളവരൊക്കെ വന്ന് കാണും. അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോൾ കുറേ ആൾക്കാരെ കണ്ടു. അപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഫിലിമൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അതിൽ നേരെ ഞങ്ങൾ താഴോട്ടിറങ്ങിയപ്പം അവിടെ ഒരു ഗെയിം സോണാണ്. അതിൻ്റെ ഉള്ളിലും കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾ രാത്രി ആകുമ്പോഴാണ് തിരക്ക് കൂടുക. ഇപ്പം പൊതുവേ തിരക്ക് കുറവാണ്. പിന്നെ ചെറിയൊരു ഫൗണ്ടെയിനൊക്കെ കണ്ടു. അപ്പം അവിടെ നിന്ന് മോള് വെള്ളം കണ്ടാൽ പിന്നെ കുട്ടികളങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഇത് LED സ്ക്രീനിൽ ഇങ്ങനെ സ്റ്റാർസ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ മാളിൻ്റെ ഉള്ളിലൂടെ ഈ ട്രെയിൻ ഇങ്ങനെ കുറേ റൗണ്ട് അടിക്കും. കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് 2-3 മക്കൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് കണ്ടപ്പോൾ അതിൽ കയറണമെന്ന് പറഞ്ഞ് കുറേ പറഞ്ഞു. പിന്നെ ഒറ്റയ്ക്ക് ഇരുത്താനുള്ള പേടിയുണ്ട്. ഞങ്ങൾ പിന്നെ കയറാമെന്ന് പറഞ്ഞിട്ട് പിന്നെ സമാധാനിപ്പിച്ച് വിട്ടു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ പിന്നെ വൈകുന്നേരം ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ഒന്ന് റൗണ്ട് അടിച്ചിരുന്നു. ആ സമയത്ത് കുതിര സഫാരി കണ്ടു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് നോക്കി. മോളെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ലല്ലോ. അപ്പം എനിക്കും മോൾക്കും കൂടെ ഇരിക്കാൻ പറ്റുമോ, അങ്ങനെ റൈഡ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല അങ്ങനെയല്ല, ഒരാളെ മാത്രമേ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മോളെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ലല്ലോ. പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ കുതിര ഉണ്ടായിരുന്നു. ഇത് കുതിര വണ്ടിയാണ്. നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവിടെ ഇതുണ്ട്, വണ്ടികൾ. നമുക്ക് അവിടെ നിന്ന് പൈസ കൊടുത്താൽ റൈഡ് ചെയ്യാം. ചെറിയ കുട്ടികൾക്കുള്ള വണ്ടികളുണ്ട്, വലിയ ആൾക്കാർക്കുള്ള വണ്ടിയുണ്ട്. അങ്ങനെ ചെറിയ കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് ഈ കുതിരവണ്ടിയൊക്കെ കണ്ടപ്പം ഇഷ്ടമായി. അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ കുഞ്ഞ് ഈവനിങ്.